ഒരുപാട് പേർ ചോദിക്കാറുണ്ട് റമദാനിന് കഴിക്കേണ്ട ആഹാര രീതികൾ എന്തൊക്കെയാണെന്ന്. മത്സ്യമാംസാദികൾ, നല്ല ബീഫ്, പോർക്ക് ഇതൊക്കെയാണോ കഴിക്കേണ്ടത്? ഈ കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ മാത്രമേ നുയമ്പ് പൂർണ്ണമാവുകയുള്ളൂ? രാവിലെ മുതൽ നുയമ്പ് പിടിച്ച് വൈകുന്നേരം ക്ഷീണിച്ച് എന്തെങ്കിലും കഴിച്ചാൽ ക്ഷീണം മാറുമോ? അങ്ങനെ ഒന്നുമില്ല. നോയമ്പ് കഞ്ഞി കുടിച്ചാൽ തന്നെ ഉള്ള ക്ഷീണം മുഴുവൻ മാറുന്നതാണ്. കാരണം ഇത് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ചിക്കനും മട്ടനും ബീഫും ഷവായും ഷവർമ്മയും അൽഫാമും കുഴിമന്തിയും ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല. കുഴിമന്തി സ്ഥിരമായിട്ട് കഴിച്ചാൽ കുഴിയിൽ പോകുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കണം. നോയമ്പ് കഞ്ഞി കുടിച്ചാൽ മാത്രം മതി. സമയാസമയമുള്ള നിസ്കാരം അത് മുടക്കാതിരിക്കുക. നിസ്കാരം മുടക്കാതിരുന്നാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും. നിങ്ങൾക്ക് മനസ്സമാധാനം കൈവരിക്കാൻ നിസ്കാരമാണ് നല്ലത്. ലഘുഭക്ഷണം മാത്രം ഉറപ്പാക്കുക. എന്താണ് റമദാൻ വ്രതം? എന്തിനാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്? ഞാനും അനുഷ്ഠിക്കുന്നുണ്ട് റമദാൻ വ്രതം. നമ്മുടെ മനസ്സിന്റെ നന്മ തിരിച്ചറിയാൻ, ഓരോ മനുഷ്യരോടും നമ്മൾ പെരുമാറുന്നത് അതെങ്ങനെയെന്ന് അളക്കാൻ, ആഹാരം തിരിച്ചുകൊണ്ടുള്ള ഒരു വ്രതം, അതാണ് റമദാൻ വ്രതം. റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണ്? നമ്മുടെ ചാനലിൽ ഞാൻ കൂടുതലായും കുക്കിംഗ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ റമദാനെ കുറിച്ചും റമദാൻ വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചും വീഡിയോ ചെയ്യുന്നത്? വർഷങ്ങളായി എൻ്റെ സുഹൃത്ത് നൗഫലിനോടൊപ്പം ചേർന്ന് ഞാനും റമദാൻ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അതിപ്പോൾ ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ വ്രതം അനുഷ്ഠിക്കാവൂ എന്നൊന്നുമില്ല. ഇതിന് ജാതിയോ മതമോ ഒന്നുമില്ല. കാര്യം നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള ഒരു ചിന്തയാണ് ഈ ജാതിയും മതവും ഒക്കെ. ഞാനും എൻ്റെ അനുജനുമൊക്കെ വർഷങ്ങളായി റമദാൻ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത് സത്യത്തിൽ നല്ല ഒന്നാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനുമുള്ള ഒരു നന്മയുടെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമുള്ള ഒരു ബെനിഫിറ്റ്സ് തന്നെയാണ് റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ചാനലിൽ നല്ല നല്ല ഭക്ഷണങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. ഭക്ഷണങ്ങളെ കുറിച്ചുള്ള ചാനൽ ആയതുകൊണ്ട് തന്നെ, കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ റമദാനെ കുറിച്ചും വീഡിയോ ചെയ്യുന്നത്. റമദാൻ നോയമ്പ് കഴിഞ്ഞ് വൈകുന്നേരം നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചിരുന്ന് ഒരു സ്നേഹത്തോടുകൂടി വിളമ്പി കഴിക്കുന്ന ഒരു കൂട്ടം ജനത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനമായും ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുത്തത്. വരും ദിവസങ്ങളിൽ റമദാനിന് കഴിക്കേണ്ട ആഹാര രീതികൾ എന്തൊക്കെയാണെന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് പേർ ചോദിക്കാറുണ്ട് റമദാനിന് കഴിക്കേണ്ട ആഹാര രീതികൾ എന്തൊക്കെയാണെന്ന്. മത്സ്യമാംസാദികൾ, നല്ല ബീഫ്, പോർക്ക് ഇതൊക്കെയാണോ കഴിക്കേണ്ടത്? ഈ കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ മാത്രമേ നുയമ്പ് പൂർണ്ണമാവുകയുള്ളൂ. രാവിലെ മുതൽ നുയമ്പ് പിടിച്ച് വൈകുന്നേരം ക്ഷീണിച്ച് എന്തെങ്കിലും കഴിച്ചാൽ ക്ഷീണം മാറുമോ? അങ്ങനെ ഒന്നുമില്ല. നോയമ്പ് കഞ്ഞി കുടിച്ചാൽ തന്നെ ഉള്ള ക്ഷീണം മുഴുവൻ മാറുന്നതാണ്. കാരണം ഇത് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ചിക്കനും മട്ടനും ബീഫും ഷവായും ഷവർമ്മയും അൽഫാമും കുഴിമന്തിയും ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല. കുഴിമന്തി സ്ഥിരമായിട്ട് കഴിച്ചാൽ കുഴിയിൽ പോകുമെന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ആഹാരം കഴിക്കണം. നോയമ്പ് കഞ്ഞി കുടിച്ചാൽ മാത്രം മതി. സമയാസമയമുള്ള നിസ്കാരം അത് മുടക്കാതിരിക്കുക. നിസ്കാരം മുടക്കാതിരുന്നാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും. നിങ്ങൾക്ക് മനസ്സമാധാനം കൈവരിക്കാൻ നിസ്കാരമാണ് നല്ലത്. ലഘുഭക്ഷണം മാത്രം ഉറപ്പാക്കുക. അത് ദിവസം ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഈ കട്ടിയുള്ള ആഹാരമൊക്കെ പൊതുവെ കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇതെൻ്റെ സുഹൃത്തുക്കളും എനിക്ക് പരിചയമുള്ള ധാരാളം പേർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും അധികം ഉപയോഗിക്കാതിരിക്കുക. ഇതിപ്പോൾ റമദാൻ ദിനമായതുകൊണ്ട് തന്നെ നല്ല ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നോയമ്പ് പിടിച്ച് നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നോയമ്പ് പിടിച്ചു എന്ന് കരുതി ഒരിക്കലും നമുക്ക് നല്ലത് സംഭവിക്കില്ല. നമ്മുടെ മനസ്സുകൂടി ശുദ്ധമായിരിക്കണം.